ഏതൊരു മനുഷ്യന് ഹയാത്തുൻ നൂറും, ഒരു പുതുജീവൻ, ഒരു പുതിയ ജീവൻ നൽകുകയും അവന്റെ ജീവിതത്തിലേക്ക് നൂറ് അറിവും വെളിച്ചവും നൽകുകയും സ്നേഹവും നൽകുകയും ചെയ്യുന്ന ഏതൊരറിവുണ്ടോ അതവന്റെ ഉമ്മാണ്. ആ നബിമാരുടെ അസ്വാജുകൾ ലോകത്തിന്റെ ഉമ്മാണ്. അപ്പൊ മനസ്സിലായോ? നബിയുടെ അസ്വാജ് നിങ്ങളുടെ ഉമ്മയാണെന്ന് പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾക്കൊരു പുതുജീവൻ നൽകും നിങ്ങളുടെ ജീവിതത്തിൽ. അവരുടെ അസ്വാജുകൾ, അവർ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച ജ്ഞാനങ്ങൾ, അതാണ് അവരുടെ അസ്വാജ്. എന്തിയ നബിയുടെ നിസാകൾ ലോകത്തിന്റെ ഉമ്മഹാത്താണെന്ന് പറയാറുണ്ട്? എന്തിയ അതൊക്കെ വളരെ കറക്റ്റായിട്ടാണ് ഇതിന്റെ ഉപയോഗം. എന്റെ നബിയുടെ നിസാഹുകള് ലോകത്തിന്റെ ഉമ്മഹാത്താണെന്ന് പറയുന്നത്, അസ്വാജ് ഉമ്മഹാത്ത് എന്ന് പറഞ്ഞത്. അതാണ് ഖുർആനിലെ ഓരോ പദങ്ങളും ഓരോ അക്ഷരങ്ങളും വളരെ കറക്റ്റായിട്ടാണ് അതിന്റെ ഉപയോഗം. വളരെ അത്ഭുതപ്പെടുത്തുന്ന പ്രയോഗങ്ങളാണ്. ആ നിസാവുൻ നബിയുണ്ട്, പക്ഷെ ഉമ്മഹാത്തല്ല, അസ്വാജുൻ നബിയാണ് ഉമ്മഹാത്ത്. അതിനെ ആണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞത് വിഷയം. അപ്പൊ അതിന് പോകുന്നു. നീ കുറച്ച് ബുക്കുണ്ട് വേറെ. പിന്നെ ഈ തീറ്റയുടെ കാര്യം പറഞ്ഞപ്പോ ഫിർജിമത്തെ അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു വലഹമൽ ഖിൻസീരി വൽ മുതറദ്ദിയത്തു വൽ മൗഖൂദത്തു വൻ നസീഹത്തു വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി. ഇതൊക്കെ തിന്നാൻ പാടില്ല. ഈ ഹലക്കി എന്ന് പറഞ്ഞാൽ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തതിന്റെ പേരിൽ അറുക്കപ്പെട്ടത് എന്നല്ല. വമാ ഉഹില്ല, നിങ്ങൾ അഹിലുകാരാകരുത് എന്നാണ്. ലിഗൈരില്ലാഹി, യാഥാർത്ഥ്യങ്ങൾക്കല്ലാതെ ഉഹില്ല, അതിന്റെ തൗഹീദ്, അതിന്റെ മുഅഹിലാത്ത്, അതിന്റെ അവകാശികളാകാൻ പാടില്ല. അങ്ങനത്തെ അറിവുകളെ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. അറിവുകളുടെ സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും. ഫിരീമത്ത് അലൈക്കുമുൽ മൈത്തത്തു, നിർജീവമായ അറിവുകൾ സ്വീകരിക്കാൻ പാടില്ല. ഒരു ജനതക്ക് ഒരു പുരോഗതിയും കൊടുക്കാത്ത ശവമായ നിർജീവമായ ആശയങ്ങൾ അതിനെ സ്വീകരിക്കാൻ പാടില്ല. അതിന് ഡെവലപ്മെന്റ് കൊടുക്കുന്നതായിരിക്കണം, അവന് പുരോഗതി കൊടുക്കുന്നതായിരിക്കണം. അതുപോലെ തന്നെ ദൈമൂമത്ത്, അജ്ഞതയിലും ഊഹങ്ങളിലും വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും നിരന്തരമായി നിങ്ങൾ തുടർന്നു പോരുന്നതുണ്ടല്ലോ, അതും നിങ്ങൾക്ക് പാടില്ല. അതിന്നും നിങ്ങളെ വേലികെട്ടി നിങ്ങളെ അതിൽ നിന്ന് സംരക്ഷിച്ചിരിക്കുക. അതാണ് ദൈമൂമത്താണ്, നൈരന്തര്യം. നിങ്ങളിങ്ങനെ നിരന്തരമായി പിന്തുടർന്നു പോരുന്ന, അതാണ് ദമുന, രക്തം എന്നല്ല, ദൈമൂമത്ത്. ആദമെന്ന് പറഞ്ഞാൽ അതാണ്. ഓരോ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലാകമാനം നിരന്തരമായി തുടർന്നുകൊണ്ടേ പോരുന്ന ബോധം എല്ലാവരിലും ഉണ്ട്. ഈ ആദമും ഒരു ബോധം എന്ന് പറയുന്ന തലം, ആദ്യ തലം അതാണ്. അതിലൊരു സൗജുണ്ട്, ഉസ്കുന്നന്തവ സൗജുക്ക, അതിലൊരു സൗജു ഉണ്ടാവും. അതുകൊണ്ടാണ് ആ പേര് തന്നെ ആദം. അദാമ എന്ന് പറഞ്ഞാൽ നിരന്തരം. അദാമഹുല്ലാഹു അകാമഹുല്ലാഹു വഅദാമഹ. അദാമ എന്ന് പറഞ്ഞാൽ നിരന്തരമായി. വല്ലദീനഹും ഫീ സലാത്തിഹിം ദായിമൂൻ, നൈരന്തര്യം, നിരന്തരമായി അവര് സലാത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ ദൈമൂമത്ത് നമ്മുടെ ആദാത്തുകളില്, നമ്മുടെ ചര്യകളില്, നമ്മുടെ ആചാരങ്ങളില്, നമ്മുടെ ഊഹങ്ങളില്, നമ്മുടെ എഴുത്തിക്കാതാത്തുകൾ, വിശ്വാസങ്ങളില്, ഈ നൈരന്തര്യത്തില് നിങ്ങളിങ്ങനെ തുടർന്നുകൊണ്ടേ പോരുകയാണ്. അതും നിങ്ങളെ തൊട്ട് തടഞ്ഞിട്ടുണ്ട്, വേലി കെട്ടി തടഞ്ഞിട്ടുണ്ട്.